അഗസ്ത്യർ മഹാമുനി എഴുതിയ അശ്വാരൂഢം എന്ന് പറഞ്ഞ ഒരു വിദ്യയാണ് ഞങ്ങൾ യൂട്യൂബിൽ കാണിക്കുന്നത്. ഇതൊന്നും ആരെയും കൊല്ലാനും തല്ലാനും ഉള്ള വിദ്യയല്ല. ഇതെല്ലാം ഭൂലോകത്തിൽ യുഗങ്ങളോളം പഴക്കമുള്ള വിദ്യകളാണ്. അല്ല ഒന്നും ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ല, പഠിച്ച അറിവിൽ നിന്നുള്ളതാണ് അതിടുന്നത്. അതേമാതിരി എൻ്റെ പ്രധാന ജോലി കളരിയാണ്. വെറും കളരി മാത്രമല്ല, ഞാൻ വൈദ്യ ചികിത്സ പഠിച്ചിട്ടുണ്ട്, മാന്ത്രികം പഠിച്ചിട്ടുണ്ട്, മർമ്മവിദ്യ പഠിച്ചിട്ടുണ്ട്, യോഗ പഠിച്ചിട്ടുണ്ട്, പിന്നെ കളരിപ്പയറ്റ്, അത് എവിടെ മുതൽ ഏതുവരെയാണ് മർമ്മ ചികിത്സ പ്രധാനമായിട്ട് എനിക്കറിയാം. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കള്ളവും ഞാൻ ആരെയും പഠിപ്പിക്കുകയില്ല, അറിയാമെന്നുള്ളതേ പറഞ്ഞോളൂ. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യകൾ 90 ദിവസവും പരിശീലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഒരടി അടിച്ചാൽ അവർക്ക് കൊള്ളുമില്ല. ആ രീതിക്ക് ഒഴിയത്തക്ക രീതിക്കാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇത് പറയുന്നത് വർഷങ്ങളോളം പഠിച്ചാലും തീരുമില്ല എന്നാണ്. പിന്നെ ഇതിൽ ഒരുപാട് വിദ്യകളൊക്കെ ഉണ്ട്. ഈ കളരിക്കകത്ത് ഒരുപാട് വിദ്യകളൊക്കെ എന്ന് പറഞ്ഞാൽ കൈപ്പോരെന്ന് പറയുന്ന കൈത്തല്ലുണ്ട്, പിന്നെ കൂട്ടും പിരിവുമുണ്ട്, ഒറ്റക്കുറുവടി പയറ്റുണ്ട്, മർമ്മക്കുറുവടിയുണ്ട്, കുറുവടി പയറ്റ്, അത് ചെറു ചെലമ്പ് വിളയാട്ടമെന്നും പറയും. നെടുവടിയുണ്ട്, ആ നെടുവടിക്ക് നെടുചെലമ്പെന്നും പറയും. 8 കാലി പയറ്റെന്ന് പറഞ്ഞുണ്ട് ഒന്നുണ്ട്. 8 പേരടിച്ചാൽ ഒരു വടി കൊണ്ട് 8 പേരെയും ബ്ലോക്ക് ചെയ്യുന്ന സംവിധാനമുള്ള നെടുവടി പ്രയോഗത്തിലാണ്. ഈ നെടുവടിക്ക് പിന്നെ പ്രത്യേകമായിട്ട് വേറൊരു പേരുണ്ട്. വേറൊരു പേരെന്ന് പറഞ്ഞാൽ അത് ചെലമ്പ് വിളയാട്ടമെന്നും പറയും തമിഴിൽ. ഈ വിദ്യകളുടെ ഉറവിടമെല്ലാം തിരുവിതാംകൂറാണ്. പിന്നെ ഇപ്പോഴ് ഈ തലക്കുളം ഭാഗത്തും കന്യാകുമാരി ജില്ലയിലൊക്കെ പ്രായം ചെന്ന ചില ഗുരുക്കന്മാരുണ്ട്. പിന്നെ പെട്ടെന്നൊന്നും ഓടിപ്പോയ ഉടനെ ഒന്നും അവർ പെട്ടെന്ന് പഠിപ്പിക്കുകയൊന്നുമില്ല. ഈ വിദ്യകൾ പഠിച്ചാൽ എന്നടാ അങ്ക നെല്ലുമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചരിത്രങ്ങളുണ്ട് മർമ്മം പഠിച്ചിട്ട്. ഇത് ഒന്നും ചെയ്യാൻ നമ്മൾ ഒരു ശിഷ്യന്മാർക്കും പറഞ്ഞു കൊടുക്കില്ല. പിന്നെ ചുമടയറ്റമുണ്ട്. ചുമടയറ്റം വ്യത്യസ്തമായ പല ഇനങ്ങളുമുണ്ട്. പൂട്ടും പിരിവും അതുപോലെ തന്നെ. പൂട്ടുപിരിവെന്ന് പറയുമ്പം ഒരുപാട് ഇനങ്ങളുണ്ട്, അതിന് പേരുകളുമുണ്ട്. ഇവ ഒന്നുകൊണ്ടും ഒരമ്മ പ്രസവിച്ച് വളർത്തിയ ഒരു കുഞ്ഞിനെ പോലും ഒന്നും ചെയ്യാനൊക്കില്ല. വിദ്യ കൊണ്ട് ഒരാളിനെ ഏൽപ്പിക്കുന്നത് അതിന് ഏൽക്കാതിരിക്കേണ്ട വിദ്യകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ആ മിസൈലിൻ്റെ വേറൊരു മിസൈൽ എന്ന് അടിച്ചങ്ങ് കളയും. അതേമാതിരിയാണ് ഈ കളരിപ്പയറ്റിൻ്റെ അകത്തുള്ള വിദ്യ. ഈ മഹാമുനി അഗസ്ത്യരാണ് എഴുതിയിട്ടുള്ളത്. അഗസ്ത്യർ എഴുതിയിട്ട് പറയുന്നത്, കൊല്ലവന്ത ശത്രുവയും എല്ലായി വിട്ടാൽ അപ്പന് ശിത്തരുടെ ശാപമുണ്ടാകും. മനഃപൂർവ്വം ആയിരങ്ങളെ കൊല്ലാൻ വരുന്നവനെ ശിക്ഷിക്കണം, അവനെ ശിക്ഷിക്കാതെ വിടരുത്. അവനെ തിരിച്ച് കൊല്ലാനല്ല പറഞ്ഞത്, അത് അഗസ്ത്യർ പറഞ്ഞാണ്. ഇപ്പോഴും കണ്ടോ നമ്മുടെ ഭാരതത്തിൻ്റെ കല എങ്ങനെയാണിരിക്കണം എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കിയത്. ഇതിന് വല്ലതും ആവശ്യമുണ്ടോ? ചുമ്മാ പോണ ആൾക്കാരെ ഒരാൾ സ്ഥലം കാണാൻ പോയി കഴിഞ്ഞാൽ അവരെ ആക്രമിച്ചാൽ ഇതൊക്കെയാണ് കിട്ടുന്ന ശിക്ഷകൾ. അതൊക്കെ എരന്ന് വാങ്ങിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ വിദ്യ പഠിക്കുന്നവൻ കരടാ മനമതിൽ അടക്കം വേണം, കടിയാന കോപമില്ല തുലയ്ക്ക് വേണം. എന്ത് ദേഷ്യഭാവങ്ങളുണ്ടെങ്കിലും മാറ്റണം. നേരടാ 5 എഴുത്ത് സിദ്ധി വേണം. 5 എഴുത്ത് പറഞ്ഞാൽ പഞ്ചാക്ഷരം 5 സിദ്ധി വേണം. 5 എഴുത്ത് അറിയാത്തവനും മടയനാവാൻ. 5 എഴുത്തെന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ 5 എഴുത്ത് ഇതാണ് 5 എഴുത്ത്. ഈ 5 എഴുത്ത് അറിയാത്തവൻ മടയനെന്ന് 5 എഴുത്തെങ്കിലും പഠിക്കണം, അതിൻ്റെ അറിവും പഠിക്കണം. പിന്നെ അഗസ്ത്യർ മുനി ഇതെല്ലാം ശാസ്ത്രങ്ങൾ എഴുതിയിട്ട് പറയുന്നുണ്ട്, ആരപ്പ അറിന്തവനോ യാരോ ഇല്ലേ, വിദ്യ പഠിച്ചവനും അറിവുള്ളവനും ഒരുവൻ പോലും ഇല്ല, ആഹായ ജീവത്തുണ്ണിയ ജനവൻ. ദൈവം നമ്മളെ സൃഷ്ടിച്ച ജീവശ്വാസം ഈ പ്രപഞ്ചത്തിൽ പോയതിന് ശേഷം ഇവൻ എന്തെങ്കിലും അറിവ് കിട്ടുമെങ്കിലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പഠിച്ച് പണ്ഡിതനായവരെ ആരുമില്ല. പിന്നെ ഇത് തട്ടിക്കാനും ആരെയും വെട്ടിക്കാനും ഉള്ള വിദ്യയല്ല. ഞാൻ പറയുന്നതിലൊക്കെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇത് കേൾക്കുന്നവർ ഇത് തെറ്റാണെന്ന് കണക്കാക്കണം. എന്നെ ഒന്നും പറയരുത്, കാരണം നമ്മളൊന്നും ഇല്ലാത്തവനാണ്. ഒന്നും ഇല്ലാത്തവനെന്ന് പറഞ്ഞാൽ പിന്നെ പൊതുവായ ഇടത്തിലെ വിരിത്തിപ്പോർക്ക് ഒന്നുമില്ലാത്തവൻ ഒരു പുറമ്പോക്കിൽ ഒരു വിരിയും വിരിച്ച് കിടന്നാൽ അവനെ കല്ലെടുത്തെറിയും മാതിരിയാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ ഈ വിദ്യയൊക്കെ പഠിച്ചു, ഇങ്ങനെ ഒരു വിദ്യ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയിക്കുകയാണ്. അല്ലാതെ എനിക്കൊരു പ്രത്യേകമായിട്ടൊരു കഴിവും തന്നിട്ടില്ല. നടത്തുന്നു.